കെ.പി.സി.സിയുടെ രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിൽ രൂക്ഷ വിമർശനവുമായി നേതാക്കന്മാർ ഒന്നിച്ചു നിന്നില്ല എങ്കിൽ ജയിക്കാനാവില്ല എന്ന് പങ്കെടുത്ത നേതാക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി നടക്കുന്ന തർക്കങ്ങളിലും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ. ഐക്യം വ്യക്തമാക്കാൻ സംയുക്ത വാർത്താ സമ്മേളനം വിളിക്കാനാണ് യോഗത്തിലെ തീരുമാനം. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായിട്ട്. രാഹുൽ, ചെന്നിത്തലയെ മുൻനിർത്തിക്കൊണ്ട് സമുദായ സംഘടനകളുടെ പല പരിപാടികളിലേക്കുമുള്ള ക്ഷണം അത് കോൺഗ്രസിൽ വ്യാപകമായ അഭിപ്രായ ഭിന്നതകൾക്കിടയാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് സുധാകരൻ സതീശൻ ഒരു ശീതയുദ്ധ സാഹചര്യം കൂടി ഉടലെടുത്തത്. എങ്ങനെയാണ് പരിഹരിക്കാൻ നോക്കുന്നത്? തീർച്ചയായും കോൺഗ്രസിലൊരു ഇത്തരത്തിലൊരു ഭിന്നത, അതും പ്രമുഖ നേതാക്കൾ, പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന നേതാക്കൾ തമ്മിൽ ഭിന്നതയുണ്ടെന്നുള്ള വലിയ ചർച്ചയും അതിന്മേലുള്ള ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഒരു നേതാവ് പോലും അക്കാര്യത്തിൽ വലിയ പ്രതികരണം നടത്തിയിരുന്നില്ല. എങ്കിൽ രാഷ്ട്രീയകാര്യ സമിതിയുടെ ചർച്ചയും അതിന്മേലുള്ള നിർദ്ദേശങ്ങളും കൃത്യമായി ഇത്തരത്തിൽ നേതാക്കൾ തമ്മിലുള്ള ഭിന്നത വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ ഭിന്നത പരിഹരിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീപാദാസ് മുൻഷി കൃത്യമായി അതിർത്തി അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പടലപ്പിണക്കങ്ങളുമായി നേതൃത്വത്തിന് മുന്നോട്ട് പോകാനാകില്ല. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൻ്റെ ചുമതല ഉൾപ്പെടെയുള്ളവ ഒഴിയുമെന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഈ ഭിന്നത നമുക്ക് ആദ്യഘട്ടം മുതൽ കാണുന്നുണ്ടായിരുന്നു. ദിവി സൂചിപ്പിച്ചതുപോലെ വി.ഡി. സതീശനും സുധാകരനും തമ്മിലുള്ള ഭിന്നത, അതായത് ഇത്തരത്തിൽ നേതൃയോഗം കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ വിളിക്കുമ്പോൾ അതിൽ വി.ഡി. സതീശൻ എത്തുന്നില്ല. ഒപ്പം വി.ഡി. സതീശൻ കക്ഷി നേതാക്കളുടെ യോഗം വിളിക്കുമ്പോൾ കെ. സുധാകരൻ എത്തുന്നില്ല. അത്തരത്തിൽ പാർട്ടിയുടെ ചുമതലയിലുള്ള കെ.പി.സി.സി ചുമതലയിലുള്ള കെ. സുധാകരനും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഇത്തരത്തിലുള്ള ഭിന്നത ഉണ്ടാകുന്നുള്ള വലിയ പ്രത്യക്ഷത്തിൽ തന്നെ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നു. ഒപ്പം സാമുദായിക നേതാക്കളുമായി പരിപാടികൾ പങ്കെടുത്ത് കൂടുതൽ ബന്ധം വിപുലപ്പെടുത്തുന്ന നിലയിലേക്ക് ചെന്നിത്തല എത്തുമ്പോൾ അത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ചരടുവലിയാണെന്ന തരത്തിൽ വലിയ ആരോപണങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ കൃത്യമായി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനി ഉണ്ടാകരുത്, അത്തരത്തിലുള്ള ചർച്ച ഇനി വേണ്ട എന്നുള്ള തരത്തിൽ പി.ജെ. കുര്യൻ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായം ഉന്നയിച്ചിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. ആ ഘട്ടത്തിലൊന്നും കോൺഗ്രസ് എത്തിയിട്ടില്ല. ആദ്യം വേണ്ടത് സംഘടനയെ ബലപ്പെടുത്തുകയാണ്, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. പുനഃസംഘടന വേണമെന്നാവശ്യപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇനി പുനഃസംഘടന ഇല്ലെങ്കിൽ അത് കൃത്യമായി ജനങ്ങളെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അത്തരം ചർച്ചകൾ ഇല്ലാതാക്കണമെന്ന് കൂടി രാഷ്ട്രീയകാര്യ സമിതിയിൽ പറയുന്നുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നത്, പിന്നാലെയാണ് പൊതു തിരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പുനഃസംഘടന അല്ലെങ്കിൽ സംഘടന ബലപ്പെടുത്തണം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. അതിൽ ഈ ഭിന്നതകളും ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ആ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സംഘടന ബലപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ചിട്ടുള്ളത്. ദിലീഷ്, ശരി. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിലെ തർക്ക പരിഹാരത്തിന് സംയുക്ത വാർത്താ സമ്മേളനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോംവഴിയായി.